ഓക്കെ ഗൈസ് ഓക്കെ അപ്പോൾ ഗൈസ് ഓക്കെ അപ്പം ഞാനാണ് ഗൈസ് ഷിൻചാൻ ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ ഇവിടെ ഇപ്പം എന്തായാലും ഞാനും പിഞ്ചാനും കൂടെ എന്തായാലും ഫ്രാങ്ക്ലിൻ ചേട്ടാ അറിയാതെ എന്തായാലും വൈകിട്ട് തന്നെ എന്തായാലും ചുമ്മാ എന്തായാലും നമ്മുടെ സൈക്കിൾ എടുത്തുകൊണ്ട് ചുമ്മാ ഇറങ്ങിയേട്ടാ. ഞങ്ങളാണെങ്കിൽ ഇവിടെ ഇപ്പം എന്തായാലും ഒരു സിനിമയൊക്കെ കണ്ടിട്ട് എന്തായാലും വരാണ് കേട്ടാ. ഫ്രാങ്ക്ലിൻ ചേട്ടനാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. പുള്ളി എന്തായാലും വീട്ടിൽ തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. അതുപോലെ ഗ്രാനി വീട്ടിൽ തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീട്ടിലോട്ട് കയറാൻ ഗൈസ് ഓക്കെ. എന്തായാലും ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ നിന്ന് ഗ്രാനിയുടെ നിന്ന് ഇഷ്ടം പോലെ അടിയും വഴക്കും കിട്ടും, അത് ഉറപ്പ് തന്നെയാണ്. എൻ്റെ മോനെ ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ BMW കണക്ക് ഇവിടെ കാണാനില്ല. ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ BMW ഇത് എവിടെയാണ്? ആർക്കറിയാം ഗൈസ് ഓക്കെ. ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ BMW കണക്ക് ഇവിടെ ഒന്നും കാണാനായിട്ടില്ല. എടാ ഷിൻചാനെ, നമ്മുടെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഇനി അങ്ങനെ നമ്മളോട് ചോദിക്കാതെ വല്ലയിടത്തും കറങ്ങാൻ പോയി കാണോ? ഇല്ലടാ പിഞ്ചാനെ, അങ്ങനെ വരാൻ വഴിയില്ലടാ. എന്നാലും നമുക്കെന്തായാലും നോക്കി നോക്കാം. അത് ശരി തന്നെയാണ് ഗൈസ്. നമ്മുടെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ വേറെ എങ്ങോട്ടോ കറങ്ങാൻ പോയേട്ടാ. നമ്മുടെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ BMW കണക്കണ്ട് ഇവിടെ കാണാനായിട്ടില്ല കേട്ടാ. ഡിഫൻഡർ മാത്രമേ ഉള്ളൂ ഓക്കെ. അത് ശരി, നമ്മളപ്പോൾ പോയപ്പോൾ ഫ്രാങ്ക്ലിൻ ചേട്ടനും കൂടെ പോയാ? ഓ എന്ത് പരിപാടിയാണല്ലേ ഗൈസ്. നമ്മൾ പോയപ്പോൾ ഫ്രാങ്ക്ലിൻ ചേട്ടനും കൂടെ പോയി. മര്യാദയ്ക്ക് നമുക്ക് ഫ്രാങ്ക്ലിൻ ചേട്ടനോട് സിനിമ കാണാൻ പോയാൽ മതിയായിരുന്നു ഓക്കെ. പുള്ളി മിക്കവാറും വല്ല സിനിമ കാണാനും എല്ലാം പോയി കാണും. അല്ലടാ പിഞ്ചാനെ, നീ പറഞ്ഞ ശരി തന്നെയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും ഫ്രാങ്ക്ലിൻ ചേട്ടൻ പോയ സിനിമ തിയേറ്ററിൽ പോയി കണ്ടുപിടിക്കാമോ ഫ്രാങ്ക്ലിൻ ചേട്ടനെ? എന്തിന്? പുള്ളി സിനിമ കണ്ടിട്ട് പതുക്കെ വന്നോട്ടെ, നമുക്ക് വീടിനകത്ത് കിടന്നുറങ്ങാം. ഞാൻ ഇപ്പോൾ ഓൾറെഡി നല്ല രീതിക്ക് ടയേർഡാണ്. ആടെ പിഞ്ചാനെ, അത് നീ പറഞ്ഞാൽ ശരിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും നേരെ വീട്ടിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങാം. ഫ്രാങ്ക്ലിൻ ചേട്ടൻ പറഞ്ഞവരെ വെയിറ്റ് ചെയ്യാം. ഇതെന്താണ് ഈ വീട്ടിൽ കറണ്ട് ഇല്ലേ? ഓ നല്ല മഴയാണല്ലോ, അത് മാത്രമല്ല കറണ്ടും ഇല്ല. അല്ലടാ എടാ പിഞ്ചാനെ, എടാ ഷിൻചാനെ, എന്താ എടാ പിഞ്ചാനെ, ഇതാറാ? എന്റെ പൊന്നെ, ഇതൊരു സിസ്റ്റർ അല്ലേ? പിഞ്ചാനെ കണ്ട വഴി ഓടിക്കടാ. അയ്യോ എന്താ എടാ എടാ യാതൊരു യാതൊരു ഈവിൾ സിസ്റ്റർ നമ്മളെ വീട്ടിൽ കയറിടാ. എടാ നീ എന്തൊക്കെയാടാ ഈ പറയണ? തന്നെടാ ഞങ്ങളൊന്ന് ചെയ്യല്ലേ. എടാ പിഞ്ചാനെ പിടിച്ചിടാ. എന്റെ അപ്പോ ഈവിൾ സിസ്റ്റർ നമ്മളെ കൊല്ലു. അയ്യോ നമ്മളൊന്ന് ചെയ്യല്ലേ. എന്റെ അപ്പോ ഓക്കെ ഗൈസ് ഓക്കെ. അപ്പം ഞാനാണ് ഗൈസ് ഫ്രാങ്ക്ലിൻ ഓക്കെ. ഓക്കെ ഗൈസ് ഓക്കെ. അപ്പം ഞാനും ഗ്രാനിയും കൂടെ എന്തായാലും ചുമ്മാ വീട്ടിൽ ബോറടിച്ച് എന്തായാലും നിൽക്കണോണ്ട് തന്നെ ഉണ്ട് ഒരു സിനിമ കാണാനായിട്ട് ഇറങ്ങിയാണ് കേട്ടാ. നമ്മൾ പിന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. സെക്കൻഡ് ഷോ സിനിമ കാണാനാണ് വന്നതെന്ന് വെച്ചാൽ ഓക്കെ. നമ്മുടെ ഷിൻചാനും പിഞ്ചാനും അതിന് മുമ്പേ നമ്മുടെ പൈസ എടുത്തുകൊണ്ടെന്നാലും വേറൊരു സിനിമ കാണാകുമാരെന്നാലും പോയിട്ടാ. ആ സമയത്ത് കറക്റ്റ് സമയത്ത് ഞാനും ഗ്രാനിയും കൂടെ നമ്മുടെ BMW എടുത്തുകൊണ്ട് പതുക്കെ എന്നാലും ആരും അറിയാതെ ഞാൻ എന്തായാലും സിനിമ കാണാൻ ഇറങ്ങി. അല്ലേ ഗ്രാനി? ഐ സീ യു ഫ്രാങ്ക്ലിൻ മോനെ, സൂപ്പർ സിനിമ കേട്ടാ. ഫ്രാങ്ക്ലിൻ മോനെ, നമ്മുടെ ഷിൻചാൻ മോനും പിഞ്ചാൻ മോനൊക്കെ വന്നിട്ട് കുറേ സമയമായി കാണും. അവർ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. നമുക്കെന്തായാലും വീട്ടിൽ പോവാം. ഗ്രാനി ഇവിടെ ഇപ്പം നല്ല മഴ, അത് മാത്രമല്ല ഫുള്ളായിട്ട് കറണ്ടൊക്കെ പോയിരിക്കുകയാണ്. മോനെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും നേരെ നമ്മുടെ വീട്ടിൽ പോവാം. ഗ്രാനി ഓക്കെ. നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി നമ്മുടെ വീട്ടിൽ കയറിയിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം ഗൈസ് ഓക്കെ. ഷിൻചാനും പിഞ്ചാനൊക്കെ ഉറങ്ങി കാണും. ഇതെന്താണ്? ഐ സീ യു ഫ്രാങ്ക്ലിൻ മോനെ, ഇതിപ്പോൾ എന്താണ് ഈ സംഭവിച്ചത്? ഫ്രാങ്ക്ലിൻ മോനെ, നമ്മുടെ ഡിഫൻഡറിലെ പൊളിഞ്ഞടക്കണത്. ഗ്രാനി, നമ്മുടെ ഡിഫൻഡർ തന്നെയല്ലോ പൊളിഞ്ഞടക്കണത്. ഇവിടെ എന്തൊക്കെയാണ് ഈ സംഭവിക്കണത്? അല്ല ഇത് നമ്മുടെ ഡിഫൻഡർ അല്ലേ? ഇതെങ്ങനെ ഇവിടെ പൊളിഞ്ഞു കിടക്കണത്? ഗ്രാനി, നമ്മളില്ലേ സിനിമ കാണാൻ പോയ സമയത്ത് ഇവിടെ എന്തോ അറ്റാക്ക് കിടന്നിട്ടുണ്ട് കേട്ടാ. വണ്ടിടത്തുനിന്ന് ഞാൻ കയറി നോക്കട്ടെ. ഐ സീ യു ഫ്രാങ്ക്ലിൻ മോനെ, ഫ്രാങ്ക്ലിൻ മോനെ. എന്ത് ഗ്രാനി, എന്തിനിങ്ങനെ കിടന്ന് വിളിക്കണ? എൻ്റെ പൊന്ന് ഗ്രാനി, നിങ്ങൾ എന്തിനിങ്ങനെ ചത്തതല കിടന്ന് വിളിക്കണ? ഞാൻ പേടിച്ചോ, ഞാൻ നിങ്ങളെ കൂടെ അവനെ പിടിച്ചിട്ട് പോയെന്ന്. ഇതാ വണ്ടി, ഇതാ സ്വിമ്മിങ് പൂൾ വീണ്. അത് കുഴപ്പമില്ല, പിന്നെ എപ്പോഴും എടുക്കുക. ഫ്രാങ്ക്ലിൻ മോനെ, ഷിൻചാൻ മോനെ, പിഞ്ചാൻ മോനെ സൈക്കിൾ കണ്ടിരിക്കണേ. അവരിപ്പോ വന്നാ? എടാ ഷിൻചാനെ പിഞ്ചാനെ, ഷിൻചാനെ പിഞ്ചാനെ, എടാ ഷിൻചാനെ പിഞ്ചാനെ. ഗ്രാനി, നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ നേരെ ഈ താഴെ ഫുള്ള് സെർച്ച് ചെയ്യാൻ ബോൾ മൊത്തം നോക്കിയിട്ടാ. ഗൈസ്, നമ്മുടെ ഷിൻചാനെ പിഞ്ചാനെ കാണാനില്ല കേട്ടാ.
അവരെന്നാലും വീട്ടിൽ വന്നിട്ടുണ്ട്, അത് ഉറപ്പ് തന്നെയാണ്. അതിനുശേഷം അവരെ കാണാനായിട്ടില്ല. പക്ഷെ എൻ്റെ പൊന്നെ, എന്നാലും ഇവരിവിടെ എൻ്റെ പൊന്നടാവേ. ഞാനാണെങ്കിൽ ഇവിടെ ആ തല്ലടിച്ച് വിടുന്നുണ്ട്. ഓക്കെ, ഷിൻചാനെ പിങ്ചാനെ കാണാനില്ല ഗൈസ്. ഷിൻചാനെ പിങ്ചാനെ എവിടാ? ഇവരെവിടെ ഗൈസ്? എനിക്കറിയാൻ പാടില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും നേരെ താഴെ പോവാം. ഷിൻചാനെ പിങ്ചാനെ ഗ്രാനി അവരെ കണ്ട? ഇല്ല ഫ്രാങ്ക്ലിൻ മോനെ, അവരെ സൈക്കിൾ കൊണ്ട് വെളിയിൽ ഇടിച്ച് പൊളിഞ്ഞ് ഇരിപ്പുണ്ട് ഗായ്സ്. അതിനർത്ഥം നമ്മുടെ ഷിൻചാനും പിങ്ചാനും നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടാ. അപ്പം അവർ വന്ന സമയത്ത് ഇവിടെ എന്തോ അറ്റാക്ക് നടന്നിട്ടുണ്ട് കേട്ടാ. എൻ്റെ പൊന്നെ, ഇതെന്താണ്? നമ്മുടെ ഡിഫൻഡറിൻ്റെ ഡോറിലേ കിടക്കണ. ഇത് ഷിൻചാൻ്റെ പിങ്ചാൻ്റെ സൈക്കിളാണ്. പക്ഷേ ഇതെങ്ങനെ ഇപ്പം ഇവിടെ വന്നത്? ഇവിടെ എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. ഗ്രാനി, നിങ്ങളൊരു കാര്യം ചെയ്യാം, വന്ന് വണ്ടി കയറ്, നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് സ്ഥലം വിടാം. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യും, ഇപ്പം തന്നെ നേരെ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ലെസ്റ്റർ അല്ലേ, അവൻ്റെ വീട്ടിലോട്ട് അങ്ങ് കത്തിച്ചു വിടാം കേട്ടാ. എങ്ങനെയെങ്കിലും ഷിൻചാനെ പിങ്ചാനെ കണ്ടുപിടിച്ചാൽ പറ്റുമോ, അല്ലാതെ ശരിയാവത്തില്ല. ഗ്രാനി പെട്ടെന്നൊന്ന് കയറ്. ആ ഫ്രാങ്ക്ലിൻ മോനെ നേരെ ലെസ്റ്റർ മോൻ്റെ വീട്ടിൽ വിട്. ഇനി ലെസ്റ്റർ മോന് മാത്രമേ ഷിൻചാനെ പിങ്ചാനെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ആ ഗ്രാനി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നമുക്കിപ്പോൾ നേരെ എന്തായാലും ലെസ്റ്ററിൻ്റെ വീട്ടിൽ പോവാം. ആ മോനെ. ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഗൈസ് നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിൽ കണക്ക് വന്നിട്ട് അവിടെ ഷിൻചാൻ്റെ പിങ്ചാൻ്റെ നമ്പറുകളൊക്കെ എന്തായാലും ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് അവരാരോ കിഡ്നാപ്പുകളൊക്കെ ചെയ്തതാണ്. ഓക്കെ, അവരെന്തായാലും ഇപ്പം എന്തോ ഒരു വാന് പോലത്തെ എന്തോ ഒരു വണ്ടിയിൽ കണക്ക് എന്തായാലും ആരോ കൊണ്ടുപോവുകയാണ് ഗൈസ്. ഓക്കെ, ഇത് ഉറപ്പനാണ്, ആരോ അവനെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എന്തായാലും അവൻ ആരാണെങ്കിലും അവൻ്റെ കാര്യം തീർന്നു കേട്ടാ. ഫ്രാങ്ക്ലിൻ മോനെ, വന്ന് വണ്ടി കയറ്, നമുക്കിപ്പോൾ നേരെ അവന്മാരെ ഫോളോ ചെയ്യാം. ആ ഗ്രാനി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ലെസ്റ്ററാ ടാങ്ക്സറാ, ആടാ ഫ്രാങ്ക്ലിനെ എങ്ങനെയെങ്കിലും ഷിൻചാനെ പിങ്ചാനെ രക്ഷിക്കാൻ നോക്ക്. ആടാ ലെസ്റ്ററെ. പക്ഷെ എൻ്റെ പൊന്നെ, എന്നാലും ഇത് എന്താ അവസ്ഥയാണല്ലോ ഗൈസ്. നമ്മുടെ ഷിൻചാനെ പിങ്ചാനെ ആരോ തട്ടിക്കൊണ്ട് പോയേക്കാണ്. എന്ത് പണിയാണല്ലോ അവന്മാരെ കാണിച്ചത്. ഓക്കെ, ആരാണെങ്കിലും ശരി, അവൻ്റെ കാര്യം തീർന്നു കേട്ടാ. അവൻ്റെ മരണം എൻ്റെ കൈകൊണ്ടാണ്. ഓക്കെ, ഫ്രാങ്ക്ലിൻ്റെ കൈകൊണ്ട്. ഓക്കെ, നമുക്കപ്പോൾ കത്തിച്ചു വിടാം ഗൈസ്. ഓക്കെ, ആ ഒരു ലൊക്കേഷനുകളൊക്കെ നമ്മൾ ജുറാസിക് പാർക്കിൻ്റെ ആ സൈഡൊക്കെ ആയിട്ടാണ്. പക്ഷേ എൻ്റെ പൊന്നെ, ഇതെന്താണ് ഗൈസ്? വണ്ടിയുടെ ഡോറൊക്കെ താണ്ട് ഇളവി പോയേക്കാണ്. ആ ബെസ്റ്റ്, ഇപ്പം ശരിക്കും പണിപ്പാളി ഗൈസ്. ഓക്കെ, നമ്മുടെ BMW താണ്ട തലകുത്തനെ മറിഞ്ഞ ഗൈസ്. ഓക്കെ, അടിപൊളി, നല്ല കാര്യം ഗൈസ്. വണ്ടി താണ്ട ഇവിടെ തലകുത്തനെ മറിഞ്ഞേ, അത് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോവാം. ഐ സി യു ഫ്രാങ്ക്ലിൻ മോനെ, എന്നെ രക്ഷിക്കും ഫ്രാങ്ക്ലിൻ മോനെ. എൻ്റെ പൊന്നു ഗ്രാനി, നിങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടെ കടാ. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല, എനിക്കെങ്ങനെ ഷിൻചാനെ പിങ്ചാനെ രക്ഷിക്കണം. നിങ്ങൾ തൽക്കാലത്തേക്ക് ആ വണ്ടി കിടാം. നിങ്ങൾ വന്നാലും പ്രശ്നമാണ്. ഞാൻ വേറെ ഏതെങ്കിലും വണ്ടി അടിച്ചു പറ്റി നേരെ ഷിൻചാനും പിങ്ചാനും പോണ ആ നമ്പറൊന്ന് ട്രാക്ക് ചെയ്ത് അവന്മാരെ ബാക്കി പോട്ടെ. ആ ഫ്രാങ്ക്ലിൻ മോനെ, അതുവരെ ഞാൻ എൻ്റെ തുറക്കാം. പക്ഷെ എൻ്റെ പൊന്നെ, എന്ത് ചൂടാണ് ഇതിൻ്റെ അകത്ത്. ഓക്കെ ഗൈസ്, എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് ആ ഒരു വണ്ടികളൊക്കെ എന്തായാലും കത്തിച്ച് എന്തായാലും വിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കതിനെ കാണാനേ പറ്റണില്ല. ഓക്കെ, നമ്മളെന്തായാലും ഗൈസ് ഒരു പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഒരു വണ്ടി നൈസായിട്ട് അടിച്ചു തരാട്ടോ. ഇത് നമ്മുടെ ഡ്യൂക്കാണ് ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും ഈ ഒരു ഡ്യൂക്ക് കൊണ്ടെന്തായാലും കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കണം. ഈ വണ്ടി എങ്ങോട്ടാണ് പോണേന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല കേട്ടാ. ഈ വണ്ടി ജുറാസിക് പാർക്കോടെ ലക്ഷ്യം വെച്ചാണ് പോകണം. എനിക്ക് തോന്നുന്നു ആ ഈ നമ്മുടെ ഏതാണ് ഷിൻചാനെ പിങ്ചാനെ കിഡ്നാപ്പ് ചെയ്ത ആൾക്ക് മനസ്സിലായി കാണും നമ്മൾ ട്രാക്ക് ചെയ്ത് ഫോളോ ചെയ്യണ കാര്യം. അതാണ് കത്തിച്ച് വിടണം. ഓക്കെ, ഇത് എന്ത് ടൈപ്പിലുള്ള വണ്ടിയാണെന്ന് എനിക്ക് അറിയണം. എന്തോ ഒരു സൂപ്പർ കാർ പോലത്തെ എന്തോ ഒരു സാധനമാണ് കേട്ടോ. അല്ലെങ്കിൽ എന്തിന് ഇത്രയും സ്പീഡിൽ പോകണം. ഓക്കെ, ഇതെന്താണ്? ഇത് നേരെ സിറ്റി സെൻറ്ററിലോട്ടാണല്ലോ പിന്നെയും കാരണം. ഈ സാധനത്തിന് നമ്മൾ വട്ടം കറക്കണം. എനിക്കറിയാൻ പാടില്ല കേസ്. ഓക്കെ, ഇതെങ്ങോട്ടാണ് ഈ കയറി പോണേന്നൊക്കെ. ഇതാ പിന്നെ ഇതാ സിറ്റി സെൻറ്ററിലോട്ടാണല്ലോ വലിഞ്ഞേറണ. അതിനർത്ഥം കേസ് വേറെ എങ്ങോട്ടോ പോകാനായിട്ടുള്ള പ്ലാനാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പം നൈസായിട്ട് ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ആ സാധനത്തിന് ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല നൈസായിട്ട് കുറച്ചെന്തായാലും ഓഫ് റോഡിലത്തെ ഏരിയ എടുത്തിട്ടുണ്ട്. ഓഫ് റോഡല്ല, കുറച്ചല്ലാത്ത റോഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ആ സാധനം അങ്ങ് അറ്റത്തോളം കാണിക്കണമെന്ന് വെച്ചാൽ ലൊക്കേഷൻ. ഓക്കെ, നമുക്കെന്നാലും ഇനി എന്തായാലും ഡയറക്റ്റ് കയറാം. ഓക്കെ, നമുക്കതിനെ പിടിക്കാനേ പറ്റണില്ല കേസ്. അതെന്ത് കഷ്ടമാണല്ലേ. നമുക്കാണെങ്കിൽ എന്നെ പിടിക്കാനേ പറ്റണം. ഇതിപ്പോൾ എങ്ങോട്ടാണ് തുടങ്ങും? പിന്നേതാ സിറ്റിയിൽ വെളിയിലോട്ട് ഇറങ്ങുകയാണല്ലോ ഈ സാധനം. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ ഈ സാധനം എങ്ങോട്ടാണ് പോണത്? അതായത് പിന്നെ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട് ഫുള്ള് ചുറ്റാനാണെന്ന് തോന്നുന്നു പ്ലാൻ. പക്ഷെ എൻ്റെ പൊന്നെ, ഇതെന്താ അവസ്ഥയാണല്ലേ. ഇതെന്താണ് ഗയ്സ്? നമ്മൾ പിന്നെ പൊട്ടനാക്കണം ഈ സാധനം. കണ്ട ഇടയ്ക്ക് വെച്ച് ലൊക്കേഷൻ മാറുകയാണ്. ഓക്കെ, ഈ ഒരു ഡ്യൂക്കിൽ പിന്നെ മറ്റേ നമ്മുടെ ഗൂഗിൾ മാപ്സ് ഉള്ളതുകൊണ്ട് കൊള്ളാം. ഓക്കെ,
ചേടാ ഇതെന്താണടാ, ഇവിടെ ഫ്രണ്ടിലെ ബിൽഡിംഗ് എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് നടക്കണല്ലോ. എന്റെ പൊന്നെ, ഇതിപ്പോ എന്താണ് ഈ സംഭവിക്കണത്? ബിൽഡിംഗ് എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് നടക്കാണ്. എന്റെ അമ്മച്ചി, ഇവിടെ ഇപ്പൊ ഏതൊക്കെയോ ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടെയൊക്കെ വലിഞ്ഞേറി വണ്ടിയൊക്കെ അവിടെ ഇടിക്കുന്നുണ്ട് കേട്ടാ. ഇതെന്താണ് ഈ ബിൽഡിംഗ് എല്ലാം ഇടിഞ്ഞ് പൊളിക്കണ? എന്തോ പ്രശ്നമുള്ള ഒരു കിഡ്നാപ്പറാണ് കേട്ടോ നമ്മുടെ ഷിൻചാനെ പിങ്ചാനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയത്. ഓക്കെ, ഇനി നമ്മുടെ മറ്റേ ഗ്രാനി ആവാനാണ് ചാൻസ്. ഓക്കെ, നമ്മുടെ ഗ്രാനി അല്ലേ ഓക്കെ. സത്യത്തിൽ 2 ഗ്രാനി ഉണ്ട് ഓക്കെ. ഒന്നെന്ന് വെച്ചാൽ ഈവിൾ ഗ്രാനി, നമ്മുടെ ഗ്രാനി. ഓക്കെ, നമ്മുടെ ഗ്രാനി പാവമാണ് കേസ്. ഓക്കെ, ആ ഗ്രാനി അല്ല കേസ്. ഓക്കെ, നമ്മുടെ ഗ്രാനി പാവമാണ്. അല്ലാതെ വേറൊരു ഗ്രാനി ഉണ്ടല്ലോ, ഒരു കിഴങ്ങി ഗ്രാനി. ഓക്കെ, അവളായിരിക്കും ചാൻസ്. ഓക്കെ, കുറെ പ്രാവശ്യം ഷിൻചാനെ തട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇതെന്താണ് ഗൈസ്, എന്നെ മണ്ടനാക്കാൻ നോക്കിയാണ്. ഞാൻ വിചാരിച്ച ഈ സാധനം ജുറാസിക് പാർക്കിൻ്റെ അകത്ത് കയറും വിചാരിച്ചായിരിക്കും. ഓക്കെ, ജുറാസിക് പാർക്കിൽ കയറി അത് ഉറപ്പാണ്. അത് നമ്മുടെ ഇത് തന്നെയാണ്, ഗ്രാനി തന്നെയാണ്. ഓക്കെ, ഇതിപ്പോ നേരെ എങ്ങോട്ടാണ് പോണേ? വെള്ളത്തിലാ ഗൈസ്. ഇവിടെ എന്തൊരു കടലുള്ള സംഭവമാണല്ലോ. കടലിൽ എന്തൊരു വെള്ളമാണ്. ഈ സാധനത്തിലോട്ടാണ് സാധനം ഇറങ്ങിപ്പോയാ. ഇതിപ്പോ എന്താണ് ഈ സംഭവിക്കണേ? നമ്മുടെ ഡ്യൂക്ക് ഓഫായി. വണ്ടി സ്റ്റാർട്ടാണല്ലോ ഗൈസ്. സ്റ്റാർട്ടാണെങ്കിലും കുഴപ്പമില്ല, വണ്ടിയുടെ ലൈറ്റ് കത്തുന്നുണ്ട്. ഓക്കെ, ഈ ഡ്യൂക്ക് സ്റ്റാർട്ടാണല്ലോ ഗൈസ്. ഞാൻ ഇതെന്താണ് കാണിക്കണ? ഈ ഡ്യൂക്ക് സ്റ്റാർട്ടാണല്ലോ ഗൈസ്. ഇതിപ്പോ എന്താണ് ഈ സംഭവിക്കണ ഗൈസ്? എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഈ വണ്ടി സ്റ്റാർട്ടാണില്ല. ഇതിപ്പോ എന്താണ് ഗൈസ്? നമുക്ക് നല്ലോണം എന്തെങ്കിലും ഗ്ലിച്ച് അടിക്കുന്നുണ്ട്. ഇതിപ്പോ എന്താണ് സംഭവിക്കണത്? എന്റെ പോന്നെ, നമ്മൾ ഓട്ടോമാറ്റിക്കലി വണ്ടി നിന്നൊക്കെ കിടത്തി ചാടിയാ. എന്റെ അമ്മ, ഇവിടെ ഇപ്പൊ എന്തൊക്കെയാണ് സംഭവിക്കണത് ഗൈസ്? നല്ല രീതിയിൽ ഗ്ലിച്ച് അടിക്കുന്നുണ്ട് കേട്ടാ. മിക്കവാറും നമ്മളെങ്ങോട്ടെങ്കിലും ടെലിപ്പോർട്ട് ആവാനായിരിക്കും. ഓക്കെ, എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്താണെന്ന് തോന്നുന്നു നമ്മുടെ ഷിൻചാനെ പിങ്ചാനെ കിഡ്നാപ്പറെ കൊണ്ടുപോയി. ഓക്കെ, ഇതിപ്പോ എന്താണ് ഈ സംഭവം? എന്റെ മോനെ. ഓക്കെ ഗൈസ്, ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ ഇപ്പൊ എണീറ്റിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. നമുക്കെന്തായാലും ഒട്ടും തന്നെ എന്തായാലും ബോധവും നമുക്ക് എന്തായാലും ഇല്ല കേട്ടാ. ഇതൊക്കെ എന്തൊക്കെയാണ് ഈ സംഭവിക്കണേന്ന് നമുക്കൊരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല കേട്ടാ. ചേടാ, ഇതിപ്പോ എവിടെയാണ് നമ്മളീ വന്നേക്കണത് ഗൈസ്? എനിക്കറിയാൻ പാടില്ല. നമ്മളേതോ സ്ഥലത്ത് വന്നേക്കാണ്. ഇതെവിടെയാണ് ആർക്കറിയാം ഗൈസ്? എന്താണ് ഗ്രാവിയടാ? അറിഞ്ഞൂടാ ഗൈസ്. നമ്മൾ പോയതാണ്ട ഡ്യൂക്ക് ഇവിടെ തന്നെ കിടപ്പുണ്ട്. എനിക്കറിയാൻ പാടില്ല ഇത് ഏതാണ് സ്ഥലം. നോക്ക്, നമുക്കെന്തായാലും കുറച്ചെന്തായാലും മുന്നോട്ട് പോയി നോക്കാം. നമുക്കെന്തായാലും ഈ ഡ്യൂക്ക് സ്റ്റാർട്ടാകുമ്പോൾ നൈസായിട്ട് നോക്കി നോക്കാം കേട്ടാ. നമ്മുടെ ഈ വണ്ടി നേരത്തെ മറ്റേ ഒരു ടെലിപ്പോർട്ട് ആവണം എന്തോ ഒരു സാധനത്തിൽ നമ്മൾ എടുത്ത് ചാടിയില്ലേ, ആ സമയത്ത് ഈ വണ്ടി സ്റ്റാർട്ടായില്ലോ. ഓക്കെ, ഇതെന്താണ് ലൈറ്റൊന്നും ഓണാവണില്ലല്ലോ. ഇതെന്താണ് ഈ ഹെൽമെറ്റൊക്കെ എടുത്തേക്കണോ? ഒന്നാമത് മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് ഹെൽമെറ്റ് തേങ്ങാക്കൊല്ല. ഇതിപ്പോ എന്താണ് ഈ സംഭവിക്കുന്നത്? ഈ വണ്ടി സ്റ്റാർട്ടായില്ലോ. അപ്പൊ നേരത്തെ ഞാൻ നോക്കിയപ്പോ ഈ വണ്ടി സ്റ്റാർട്ടായില്ല. അതെന്ത് പരിപാടിയാണേ? ഇപ്പൊ ഈ വണ്ടി സൂപ്പറായിട്ട് സ്റ്റാർട്ടായി. ഹെഡ്ലൈറ്റ് ഒന്നും കത്തണില്ല കേട്ടാ. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. ഓക്കെ, ഫ്രാങ്ക്ലിനൊക്കെ ഷിൻചാനെ പിങ്ചാനെ കാണാനായിട്ടില്ല. മോനെ ഫ്രാങ്ക്ലിനെ, നീ എവിടെയായാലും ശരി ഇങ്ങോട്ട് വാ. നിന്റെ അനിയനായ ഷിൻചാനെ പിങ്ചാനെ ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഗായ്സ്, ഇവിടെ ഇപ്പൊ എന്തോ സൗണ്ട് കേട്ടല്ലോ. ഒരു കാര്യം ചെയ്ത് നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കേട്ടാ. പക്ഷെ എൻ്റെ പൊന്നെ, ഇവിടെ നിന്നൊരു ഡ്യൂക്കൊക്കെ കിട്ടിയോ? ഇത് നമ്മളാ ഓടിച്ച ഡ്യൂക്ക് തന്നെയാണ്. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നെ, ഇതെന്താണ് ഇവിടെ ഇഷ്ടം പോലെ കല്ലറയാണല്ലോ. നമ്മളപ്പോ ചാടി എന്തോ ടെലിപ്പോർട്ടറിലാണ് കേട്ടാ. എന്തായാലും ഇതൊരു സാധാരണ കിഡ്നാപ്പർ അല്ല ഗൈസ്, നമ്മുടെ ഷിൻചാനെയും പിങ്ചാനെയും തട്ടിക്കൊണ്ട് പോയത്. ഓക്കെ, നമുക്കിപ്പോൾ എന്തോ ഒരു ഇത് കേട്ടല്ലോ, ഷിൻചാനെയും പിങ്ചാനെയും ഒരിടത്തുണ്ടെന്ന്. ഇതെന്താണ്? ഹസ്ബൻഡ് ഫാദർ 17 ഡിസംബർ 1770, 26 മാർച്ച് 1827. ഗൈസ്, ഇവിടെ ഇപ്പം എന്തൊക്കെയോ സൗണ്ട് കേൾക്കാണ്ട് കേട്ടാ.
ഇതെന്തൊക്കെയാണ്? അയ്യോ ഇതെന്താണ്? എനിക്ക് എന്നെ തന്നെ നോക്കാൻ പറ്റില്ല. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എടാ ഫ്രാങ്ക്ലിനെ, നിനക്ക് നിന്റെ അനിയന്മാരെ വേണമെങ്കിൽ മുന്നോട്ട് വാടാ. എടാ ഫ്രാങ്ക്ലിനെ, മുന്നോട്ട് വാ. ചേട്ടാ ഇതെന്താണ് ഗൈസ്? ഇവിടെ എന്തൊക്കെയാണ് ഈ സംഭവിക്കണേ? എന്തൊക്കെ എനിക്കറിഞ്ഞൂടൊക്കെ. ഞാൻ ഇവിടെ ഇപ്പൊ രണ്ടും കൽപ്പിച്ച് ഇവിടെ ഉള്ള ഏതൊരു വീട്ടിൽ കണക്ക് വന്നേക്കാണ്. കയ്യിൽ ഗൺ പിടിച്ചേക്കാം. ഗണ്ണുകളെ കൊണ്ട് ഇതെന്താണ്? കുട്ടി പിശാച. അയ്യോ അയ്യോ എനിക്ക് പേടിയാണ്. അയ്യോ 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 ഷിൻചാനെ പിഞ്ചാനെ, ഷിൻചാനെ പിഞ്ചാനെ. ഗൈസ് ഇവിടെ ഇപ്പൊ വേറെ സീനും തന്നെ ഇല്ലെന്ന് തോന്നുന്നു കേട്ടാ. എന്താണ് കുട്ടി പിശാചോ? വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടാ. ഷിൻചാനെ പിഞ്ചാനെ, ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇങ്ങ് വാ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞങ്ങൾ ഇവിടെ ഉണ്ട് ഫ്രാങ്ക്ലിൻ ചേട്ടാ. എടാ ഷിൻചാനെ പിഞ്ചാനെ, എവിടെയാണോ നിങ്ങള്? ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഫ്രാങ്ക്ലിൻ ചേട്ടാ ഞങ്ങളെ രക്ഷിക്കു ചേട്ടാ. ഇവിടെ ഒരു ഈവിളാണെന്ന് ഒരാള് ഞങ്ങളെ ഇവിടെ കൊണ്ടുപോയി പിടിച്ചിട്ടിരിക്കാണ്. ഇവരൊരു സിസ്റ്ററാണ്. ഏത് സിസ്റ്ററോ? ഈവിളാണ്. ഷെടാ ഇത് മറ്റേ ഗെയിമിലുള്ള ഈവിളാണല്ലേ? എടാ മോനെ, ഞാൻ തന്നെടാ ഈവിളാണ് എന്ന് നിനക്കത് മനസ്സിലായില്ല? എന്ത്? ഞാൻ നിന്റെ രണ്ട് അനിയന്മാരെ ഞാൻ നൈസായിട്ട് അങ്ങ് തട്ടിക്കൊണ്ടുവന്ന്. ഞാനാണ് ഈവിളാണ്. എന്നെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല. ബൈ. എന്നെ തോപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവന്റെ കാര്യം കട്ടപ്പോക. ഈ ഇവളാണ് എവിടെ പോയാന്ന് വിളിച്ചിരിക്കണ. ഇതെന്താണ്? അയ്യോ അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഫ്രാങ്ക്ലിൻ ചേട്ടാ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. എടാ ഇതായിരുന്നു ഈവിളാണ് തന്നെ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇപ്പൊ കൊന്നാളെങ്കില്ല, അതാണ് ഈവിളാണ് ഫ്രാങ്ക്ലിൻ ചേട്ടാ. പക്ഷേ ഇവരെ എത്ര തവണ അടിച്ചാലും ഇവർ ഒരിക്കലും ചാവൂല. ഇവർ സത്യത്തിൽ ഒരു പ്രേതം പോലത്തെ ഒരു സാധനമാണ്. ഇവരെ ഇപ്പോൾ ചേട്ടാ അടിച്ചെങ്കിലും ഇവര് കുറച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും റീസ്പോണാ. ചേട്ടാ ഇതെന്ത് സാധനമാണല്ലേ? എടാ ഷിൻചാനെ പിഞ്ചാനെ പെട്ടെന്ന് വാ. ഇവളാണ് ഇപ്പൊ എന്തായാലും മിക്കവാറും റീസ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്റെ പൊന്നെ, ഞാനാണെങ്കിൽ പെട്ടെന്ന് അവരെ കണ്ടോടും അപ്പൊ തന്നെ അടിച്ചിട്ട് കേസ്. ഓക്കെ ഷിൻചാനെ പിഞ്ചാനെ കണ്ട വഴി ഓടിക്കോ. ഇനി ഇവിടെ നിൽക്കണം, സേഫ് അല്ല. നമുക്ക് നേരെ എന്തായാലും ഇവിടെ നിന്ന് പോവാം. ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഡ്യൂക്കും കൊണ്ടാ വന്നത്. ഇതാരാ വണ്ടി? അതൊക്കെ പിന്നെ പറയടാ. ജീവൻ വേണേ കണ്ട വഴി ഓടിക്കോ. നിങ്ങൾ നടന്നുവാ. നിങ്ങൾ കാരണമാണ് ഞാനും കൂടെ ഇവിടെ വന്നത്. ഫ്രാങ്ക്ലിൻ ചേട്ടനല്ലേ ഞങ്ങളെ രക്ഷിക്കാന്നാ? എടാ പൊട്ട തർക്കിക്കാൻ ഇപ്പൊ സമയമല്ല, ഒന്ന് പെട്ടെന്ന് വരുമോ? പക്ഷെ എന്റെ പോന്നെ ഇവിടെ മനുഷ്യൻ ചാവാൻ നിൽക്കുമ്പോഴാണ് അവന്റെ തർക്കല്. നമുക്കിവിടെ നിന്ന് ഇറങ്ങാൻ കഴിച്ചത് എന്താണ്? എക്സിറ്റോടാ ഇവിടെ തന്നെ. ഇവിടെ നിന്ന് ഇറങ്ങിക്കാൻ നമ്മൾ ടെലിപ്പോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്റെ അപ്പോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഫ്രാങ്ക്ലിൻ ചേട്ടാ ഞാൻ രക്ഷിക്കും ഫ്രാങ്ക്ലിൻ ചേട്ടാ. എടാ ഷിൻചാനെ, ഇവിടെ ഞാനെ തലമണ്ട അടിച്ച് വീണ് പിന്നെയാണ് നിങ്ങളെ രക്ഷിക്കാൻ. ഫ്രാങ്ക്ലിൻ ചേട്ടാ നമ്മളിത് എവിടെയാണ് വന്നത്? എടാ ഷിൻചാനെ പിഞ്ചാനെ, നമ്മൾ തിരിച്ചു നമ്മുടെ ഇന്ത്യ വന്നടാ. ഇത് എവിടെയാണ് ഈ സ്ഥലം? ഇത് ഇന്ത്യ തന്നെ. ഇന്ത്യ തന്നെ. പക്ഷെ ഇത് ഏത് സ്ഥലമോടെ? ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇത് നമ്മുടെ വീടുള്ള സ്ഥലമല്ലേ? അതും മറന്നേ ഫ്രാങ്ക്ലിൻ ചേട്ടേ. നിക്കടാ, നമ്മളെന്തോ ഒരു സാധനത്തിലല്ലേ മറിഞ്ഞടിച്ചൊന്ന് വീണത്. നിക്ക്, ഞാൻ അങ്ങോട്ട് വന്ന സമയത്ത് ഒരു ഡ്യൂക്ക് കൊണ്ടുവന്നില്ലേ? താണ്ടാ ഡ്യൂക്ക് താണ്ട് ഇവിടെ കിടക്കണേ. പക്ഷെ എൻ്റെ പൊന്നെ നൈസുണ്ട് കേട്ടാ. ഈ വണ്ടി ഉള്ളതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് വെച്ചാൽ. ഈ ഒരു വണ്ടി ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ എനിക്ക് ഇത്രയും നേരം കൊണ്ട് കണ്ടുപിടിച്ച് വരാൻ പറ്റിയത്. ഈ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട് കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എടാ ഷിൻചാനെ പിഞ്ചാനെ, നിങ്ങളൊരു കാര്യം ചെയ്ത് നടന്നു വാ. നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോവാം. നമ്മൾ നമ്മുടെ വീടിൻ്റെ ഇവിടെ തന്നെയാണല്ലോ വീണത്. ഓക്കെ. അല്ല ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഗ്രാനി എവിടെ? എടാ ഷിൻചാനെ പിഞ്ചാനെ, ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്രാനിയെ മറന്നുവിടാ. എടാ ഗ്രാനി അപ്പം ഇവിടെ? ഗ്രാനി ഇവിടെ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ BMW തലകുത്തനെ മറിഞ്ഞു വീണ് കിടക്കുകയാണ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇന്നലെ ഞങ്ങൾ ഈവിളാണല്ലേ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ഈ ഡിഫൻഡറെല്ലാം അടിച്ച് പൊട്ടിക്കിടക്കായിരുന്നല്ലോ. ഇതൊക്കെ എങ്ങനെ നേരെയായി? ഐ സി യു ഫ്രാങ്ക്ലിൻ മോനെ. ഗ്രാനി നിങ്ങൾ രക്ഷപ്പെട്ടാ? ഞാൻ വിചാരിച്ച ഈവിളാണ്ടിൻ്റെ ദേഷ്യം കൂടി അവർ നിങ്ങളെ കൊന്നെന്ന്. ഈവിളാണ്ട് അതാര്? എനിക്കവരാരെന്നൊന്നും അറിഞ്ഞൂടാ.
ഫ്രാങ്ക്ലിൻ മോനെ ഷിൻചാൻ മോനെയും പിൻചാൻ മോനെ രക്ഷിച്ചാ? ആ ഗ്രാനി. അല്ല നമ്മുടെ BMW ഇവിടെ മോനെ ഫ്രാങ്ക്ലിൻ അതിപ്പോഴും അവിടെ തന്നെ മറിഞ്ഞ് പൊളിഞ്ഞ് കിടപ്പുണ്ട്. ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ട് നടന്ന് വീട് വരെ വന്ന് നോക്കിയപ്പോഴാ നമ്മൾ ഇന്നലെ വന്ന സമയത്ത് നമ്മുടെ ഡിഫൻഡർ എല്ലാം അവിടെ ഇവിടെ ആയിട്ടൊക്കെ പൊളിഞ്ഞടച്ച് കിടന്നില്ലേ. ഈ വണ്ടി ഇപ്പോൾ നല്ല സൂപ്പറായി തന്നെത്താനെ തന്നെ റിപ്പയറായി കിടക്കുകയാണ്. ഓ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ വിളിനാണ്ട് കൊന്ന സമയത്ത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കേട്ടാ. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഓക്കെ ഗായ്സ്. അപ്പം ഇത്രയുള്ള ഗൈസ് എൻ്റെ നിർത്തിയൊരു വീഡിയോ കാണാം. നമ്മുടെ ഈ വിളിനാണ്ട് കണക്ക് നമ്മുടെ ഷിൻചാനെ പിൻചാനെ തട്ടിക്കൊണ്ടുപോയൊരു വീഡിയോ ആണ് ഞാൻ ഇട്ടതെന്ന് വെച്ചാൽ. എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഞാൻ വീണ്ടും ഒരു പുതിയൊരു കിടിലൻ വീഡിയോ വീണ്ടും വരുന്നതാണ് ഗൈസ്. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.